ഒരുപാട് പേര് ഭയങ്കര പരാതിയാണ്. ഉസ്താദേ, ഞങ്ങൾ ഇനി നിസ്കരിക്കുന്നില്ല, നോമ്പ് പിടിക്കുന്നില്ല. എന്തേ? ഞങ്ങൾ ഈ നിസ്കരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നരകത്തിലല്ലേ, ഞങ്ങൾ അള്ളാനെ കളിയാക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അവരോട് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്നത് ഞങ്ങളൊക്കെ നരകത്തിലാണ്. അവർ തന്നെ ഉറപ്പിച്ചു അവരൊക്കെ നരകത്തിലാണെന്ന്. നമ്മളാരും നരകത്തിൻ്റെ വിറകുള്ളിയാണെന്നോ അല്ലെങ്കിൽ നമ്മളൊക്കെ നരകത്തിലാണെന്നോ പറയാൻ നമുക്കൊരു തരത്തിലുള്ള അധികാരവുമില്ല. എന്ന് വെച്ച് നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് പറയാനും നമുക്ക് അധികാരമില്ല. ചില അമലുകൾ, വളരെ നിസ്സാരമായി നമ്മൾ ചെയ്യുന്ന ചില അമലുകൾ കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമ്മെ സ്വർഗത്തിൽ കടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ചില നിസ്സാരമായ തെറ്റുകൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അള്ളാഹു നമ്മളെ നരകത്തിൽ കടത്തുന്നത്. അള്ളാഹു താനെ നമ്മെ സ്വർഗത്തിൽ കടത്തട്ടെ, നരകത്തെ തൊട്ട് കാക്കട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഓരോ ദിവസവും ഒരു പ്രാവശ്യം വീതം 2 ദുആകൾ പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കണ്ണുകൊണ്ട് നമ്മുടെ സ്വർഗം കണ്ട് നമുക്ക് മരിക്കാം. ഏതായാലും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിച്ചാൽ രക്ഷപ്പെട്ടു. അപ്പം ഇൻഷാ അല്ലാഹ് കണ്ണുകൊണ്ട് സ്വർഗത്തിലെ നമ്മുടെ സ്ഥാനം കണ്ട് മരിക്കാൻ മഹത്തുക്കൾ പഠിപ്പിച്ച 2 ദുആ ഏതൊക്കെയാണത്? ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ നമുക്കത് കേൾക്കാം. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ്, ഉസ്താദേ എൻ്റെ ഈ കണ്ണ് ഇടയ്ക്കിങ്ങനെ പിടക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ഈ ഇടത് കണ്ണിൻ്റെ മുകളിലത്തെ കൺപീല് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തുടിക്കാറുണ്ട്. ചില സഹോദരിമാർ പറയും, ഉസ്താദേ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ വലത് കണ്ണിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ മിടിക്കാറുണ്ട്, ഇങ്ങനെ തുടിക്കാറുണ്ട്. ചില ആളുകൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വലത് പുരുകം ഇങ്ങനെ അനങ്ങാറുണ്ട്. ചില ആളുകൾ ഉറങ്ങുന്നതിന് വേണ്ടി ബെഡിൽ കിടക്കുമ്പോൾ ഈ വലത് കണ്ണിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പിടക്കാറുണ്ട്. ഇത് മരിക്കാനുള്ള എന്തെങ്കിലും അടയാളമാണോ, എന്തെങ്കിലും അപകടം വരികയാണോ എന്നൊക്കെ പലരും ചോദിച്ചു. എല്ലാത്തിനും കൃത്യമായ ഉത്തരം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരു മനുഷ്യൻ കടന്നാൽ അവനവൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന 3 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവിധ ഖൈറിലാണ്, സന്തോഷത്തിലാണ് ജീവിതം എന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ തരത്തിലുള്ള ഖൈറും സമാധാനവും റാഹത്തുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും ഉണ്ടാവാൻ ഒരു സ്വലാത്ത് ചൊല്ലിയാലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് സ്വലാത്ത് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ സ്വഹാബി സ്വല്ലിം. ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ സ്വഹാബി സ്വല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ സ്വഹാബി സ്വല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സുന്ദരമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധ നിഅമത്തും നമുക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരുപാട് പ്രവാസികളൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവാൻ, കുടുംബത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവാൻ അള്ളാഹു എല്ലാവർക്കും എല്ലാ സമാധാനവും റാഹത്തും കൊടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് പല തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, എല്ലാ നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്താൽ മതിയോ, നിസ്കരിക്കണ്ടേ, എന്താ നിസ്കരിക്കാൻ വരാത്തത്, സ്വർഗത്തിൽ പോകണ്ടേ, അല്ലെങ്കിൽ എന്താ പറയുക ഖുർആൻ ഓതാത്തത്, സ്വർഗത്തിൽ പോകണ്ടേ. എൻ്റെ പൊന്നുസ്താദ്, നമ്മളൊക്കെ ഇനി സ്വർഗത്തിൽ കിടക്കുമോ? നമ്മൾ കാണുന്നതൊക്കെ ഹറാമാണ്, പറയുന്നതൊക്കെ തെറ്റാണ്, ചിന്തിക്കുന്നതൊക്കെ മോശത്തരമാണ്, കയ്യിൽ ചെയ്യാത്ത ഒരു തരത്തിലുള്ള തെറ്റുമില്ല, എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി എങ്ങനെ തൗബ ചെയ്യാനാണ്? ഇനി തൗബ ചെയ്താൽ തന്നെ വീണ്ടും തെറ്റ് ചെയ്യും. ഇതൊക്കെ പല ചെറുപ്പക്കാരും പറയുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ പറയട്ടെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാൻ സ്വർഗത്തിൽ കിടക്കൂല, ഞാൻ സ്വർഗത്തിൽ കിടക്കൂല, ഞാൻ നരകത്തിലാണ്, അങ്ങനെ ചിന്തിക്കാനേ പാടില്ലെന്നാണ്. അതോടൊപ്പം തന്നെ ഞാൻ നരകത്തിൽ കിടക്കൂല, ഞാൻ സ്വർഗത്തിലാണ്, അതും ചിന്തിക്കാൻ പാടില്ല. കാരണം നരകവും സ്വർഗവും ഒക്കെ അള്ളയാണ് നമുക്ക് വിധിച്ചു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുക, അപ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം തരും. തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അപ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം തരും. അള്ളാഹു താല എല്ലാ തെറ്റുകളും, ഇപ്പോൾ 100 പേർക്ക് 100 ആളെ കൊന്ന ആൾക്കും അള്ളാഹു താല പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തിട്ടുണ്ട്. പിന്നെയോ നരകത്തിലാണെന്ന് ജനങ്ങൾ മുഴുവനും, ഒരു നാട് മുഴുവനും വിധി എഴുതിയ ഒരു മദ്യപാനിയായ കള്ളുകുടിയനായ
മനുഷ്യന് അല്ലാഹു തആല സ്വർഗം കൊടുത്തു. എന്തേ കാരണം? അയാൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുമായിരുന്നു? സ്വലാത്ത് ചൊല്ലുമായിരുന്നു 10 പ്രാവശ്യം. അതൊരു ചരിത്രമാണ്, ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. അതുപോലെ തന്നെ മറ്റൊരു നാട്ടിൽ ഒരു ദുസ്വഭാവിയായ ഒരു മനുഷ്യനുണ്ട്, എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ അയാൾക്കും അല്ലാഹു തആല സ്വർഗം കൊടുത്തു. കാരണം അയാൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില നന്മകൾ മതി. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന 1 രൂപ സ്വതക്ക, അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ഹെൽപ്പ്, ചെറിയൊരു സഹായം, അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അല്ലാഹു തആല നമുക്ക് സ്വർഗം തരിക. നമുക്കൊന്നും പറയാൻ പറ്റൂല. ചില ഭാര്യമാർ ചില സമയത്ത് ഭർത്താക്കന്മാർ ഇങ്ങനെ വിഷമിച്ച് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കൊടുക്കും. ആ വെള്ളം കുടിച്ച് അവർ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ആ ഒരു ഹംദ് മതി ഉമ്മ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാൻ. ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചെറിയൊരു നന്മയാവാം നമുക്ക് സ്വർഗത്തിൽ കയറാം. അപ്പോൾ നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റൂല എന്ത് നമ്മൾ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ് എന്നൊന്നും നമുക്ക് പറയാനേ പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി നന്മ ചെയ്യുക, നമുക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക. ഞാനിത് പറയാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സ്വർഗത്തിലായിരിക്കും. അല്ലാഹു തആല നമുക്ക് സ്വർഗം തന്നനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ നേരെ സ്വർഗത്തിലേക്ക് കടന്നാൽ, നേരെ അയാൾ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ആദ്യം കാണുന്നത് സ്വർഗത്തിൻ്റെ വാതിലിൽ 3 വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. 3 വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. മഹാനായ അബൂ ലൈസ് സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവറുകൾ പറയുന്നു തൻ്റെ കിതാബിൽ, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 3 വാക്കുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. 3 സന്ദേശങ്ങളാണ്. ഒന്നാമത്തേത് അവ്വലുഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, ആദ്യം കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയതായിരിക്കും അല്ലേ? കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച ഒരാൾക്കാണ് ആ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവൻ്റെ വിശ്വാസത്തെ അല്ലാഹു തആല ആദ്യം സ്വർഗത്തിൽ കടക്കുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുമെന്നാണ്. രണ്ടാമത്തേത് അസാനി ഉമ്മത്തുൻ മുദ്നിബാ വറബ്ബുൻ ഗഫൂറനാ. രണ്ടാമതായി സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് തെറ്റ് ചെയ്യുന്ന ഉമ്മത്ത്, ആ തെറ്റ് പുറത്തു തരുന്ന റബ്ബ്. അപ്പോൾ എത്ര തെറ്റ് ചെയ്താലും ആ തെറ്റൊക്കെ പുറത്തു നിന്നിട്ടാണ് അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തുക. തെറ്റ്, പാപങ്ങൾ, പിഴവ് ഇതൊക്കെ മനുഷ്യ സഹജമാണ്, നമുക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ തെറ്റ് ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ എന്താണ് അവിടെ ഇരിക്കലല്ല, മറിച്ച് അതൊക്കെ നമ്മൾ പൊറുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തേത് വജദ്നാ മാ അമിൽനാ വറബ്ബിനാ മാ ഖദ്ദംനാ അസിർനാ മാ ഖലഫ്നാ. നമ്മൾ ചെയ്ത അമൽ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത അമൽ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അല്ലെ ഹജ്ജ്, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. നമ്മൾ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാഭം നമുക്കിവിടെ കിട്ടുന്നതാണ്. കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ പരാജയപ്പെടുന്നതാണ് എന്നൊക്കെയാണ് സ്വർഗത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് കണ്ണുകൊണ്ടാണ് അല്ലേ? നമ്മളൊരു ഹറാമായ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് തെറ്റ് ഒരുപാട് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവുക അല്ലേ? ഇപ്പോൾ കണ്ണില്ലാത്ത ഒരാൾ, കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ തെറ്റ് കുറവായിരിക്കും. പിന്നെ നാവ് കൊണ്ട് അയാൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറയും പറയുമെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ഒരു അവയവം അത് കണ്ണാണ്, രണ്ടാമത്തേത് നാവാണ്, പിന്നെ ഗുഹ്യ അവയവങ്ങളാണെന്നാണ്. ചെവി കൊണ്ട് മോശപ്പെട്ടത് കേൾക്കാം, അതുപോലെ ഹൃദയം കൊണ്ട് മോശപ്പെട്ടത് ചിന്തിക്കാം. ഇതൊക്കെ എന്താണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ തടയുന്ന ചില കാര്യങ്ങളാണ്. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ട് വാക്കുകൾ നമ്മൾ 2 ദുആകൾ നമ്മൾ അധികരിപ്പിച്ചാൽ, ഈ ജീവിതത്തിൽ നമ്മൾ അധികരിപ്പിച്ചാൽ, അത് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയാലും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ മറക്കാതെ നമ്മൾ 2 ദുആ എല്ലാ ദിവസവും ഒരൊറ്റ പ്രാവശ്യം വീതം പറയാൻ നമുക്ക് പറ്റുമോ? സ്വർഗത്തിൽ കടക്കാൻ ഇത് മാത്രം മതി. ഒന്നാമത്തെ ദിക്ർ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. നമ്മൾ എപ്പോഴും ദുആ രക്കണം. അല്ലാഹുമ്മ ർസുഖ്നി ഹുസ്നൽ ഖാതിമ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് എന്ത് ചെയ്യണം? മരിക്കുന്ന സമയത്ത് നല്ല മരണം തരണമെന്നാണ്. നല്ല മരണം, അതായത് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ണുകൊണ്ട് കണ്ടിട്ട് മരിക്കാനുള്ള ഒന്നാമത്തെ ദുആ. അല്ലാഹുമ്മ ർസുഖ്നി ഹുസ്നൽ ഖാതിമ. അല്ലാഹുമ്മ ർസുഖ്നി ഹുസ്നൽ ഖാതിമ. റബ്ബേ, എനിക്ക് നല്ല അന്ത്യം, എനിക്ക് നല്ല മടക്കസ്ഥാനം നീ എനിക്ക് തരണേ അല്ലാ. സ്വർഗം കണ്ണുകൊണ്ട് കാണിക്കണേ എന്ന് നമ്മൾ എപ്പോഴും ദുആ രക്കണമെന്ന്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. രണ്ടാമത്തേത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ടാമത്തെ ദുആ,
നമുക്ക് സ്വർഗ്ഗം കണ്ണുകൊണ്ട് കണ്ടിട്ട് മരിക്കാൻ പറ്റിയ ഒരു ദുആ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊരു ദിക്റാണ്, ഇസ്തിഗ്ഫാറാണ്, തൗബയുടെ വചനമാണ് അല്ലേ? അതൊരു അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അടങ്ങിയ വല്ലാത്തൊരു ദുആയാണത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. വല്ലാത്തൊരു ദുആയാണ്. അള്ളാഹു ഇത് പറയാനുള്ള തൗഫീക്ക് നമുക്ക് തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഈ രണ്ട് ദുആയും നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലോ? ആദ്യമായി നമ്മൾ പറഞ്ഞ ദുആ അല്ലാഹുമ്മ ർസുഖ്നി ഹുസ്നൽ ഖാതിമ. രണ്ടാമതായി അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ ദുനൂബി യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ രണ്ട് ദുആ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ സ്ഥാനം കണ്ടിട്ട് മരിക്കാൻ നീ തൗഫീക്ക് തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ചോദിക്കുന്ന, പലപ്പോഴും പല വീഡിയോകളുടെ താഴെ ഇങ്ങനെ കമൻറ്റായി കാണാറുണ്ട്. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കമൻ്റ് ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു, അൽഹംദുലില്ലാ. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദേ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഇടത് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്, അത് തുടിക്കുന്നുണ്ട്, പിടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും വീട്ടിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ പുരുകം വലത് പുരുകം അതിങ്ങനെ അനങ്ങുന്നുണ്ട്. ചിലപ്പോൾ കണ്ണ് മൊത്തം ഇങ്ങനെ പിടക്കുന്നുണ്ട്, കണ്ണിൻ്റെ മുകൾ ഭാഗം പിടക്കുന്നുണ്ട്, തുടിക്കുന്നുണ്ട്. അതെന്താണ് അങ്ങനെ? എന്തെങ്കിലും അപകടം വരാനാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതായത് ചില ഉസ്താദുമാർക്ക് അവർക്ക് അല്ലാഹു തആല ഫിറാസിൻ്റെ കഴിവ് കൊടുക്കാറുണ്ട്. ഫിറാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കിയിട്ട് മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും അതുപോലെ തന്നെ അയാൾ എന്തായി തീരും അത് ഭാവി നിർണ്ണയിക്കലല്ല, പക്ഷെ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു കഴിവാണ്. മഹാനായ ഇമാം ഷാഫി തങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. നമ്മുടെ ഈ പഴയ ഉസ്താദുമാരൊക്കെ ഉണ്ടല്ലോ, വലിയ സൂഫിയാക്കളും മൗലിയാക്കന്മാരൊക്കെ ആയ ഉസ്താദുമാർ, അവരൊക്കെ അങ്ങനെയാണ്. ചില നമ്മുടെ ശിഷ്യന്മാരൊക്കെ കാണുമ്പോൾ, മോനെ നീ ഈ ഒരു കാര്യത്തിൽ മുൻതൂക്കം കൊടുക്ക്, നീ പ്രഭാഷണത്തിൽ നീ കൂടുതൽ ശ്രദ്ധിക്കുക, നീ തദ്രീസിൽ നീ ശ്രദ്ധിക്കുക, നീ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, നീ വായന ശ്രദ്ധിക്കുക. കാരണം ഓരോ കുട്ടിയും വളർന്ന് എന്താകുമെന്ന് അവർക്കൊരു നിരീക്ഷണം ഉണ്ടാകും, ഒരു ദീർഘവീക്ഷണം ഉണ്ടാകും. അതാണ് ഫിറാസിൻ്റെ കഴിവ് എന്ന് പറയും. എന്നതുപോലെ ഈ ഫിറാസിൻ്റെ കഴിവുള്ള ഒരുപാട് മഹത്തുക്കൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കിതാബുകളിൽ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നാമത്, ഒരുപാട് പേര് ചോദിച്ചു, എന്ത്? ഇഖ്തിലാജുൽ ഹാജിബൈൻ, അതായത് പുരികം, നമ്മുടെ പുരികം, ആ പുരികം ഇങ്ങനെ തുടിച്ചാൽ, അതിങ്ങനെ അനങ്ങിയാൽ, പുരികം ഇങ്ങനെ അനങ്ങുന്നു, അത് വലതാവട്ടെ ഇടതാവട്ടെ. ഇസ്വാബത്തു ഖൈരിൻ കസീരിൻ വരിഫഅ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം. അതായത് ഒരുപാട് നന്മകൾ നമുക്കുണ്ടാവാൻ കാരണമാണ് നമ്മുടെ പുരികം ഇങ്ങനെ അനങ്ങിയാൽ. ഇനി ഓരോ പുരുകവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, വലത് പുരുകം ഇങ്ങനെ തുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിടക്കുന്നുണ്ടെങ്കിൽ സിയാദത്തുൻ ഫിർ റിസ്ഖ്, അതായത് ഭക്ഷണത്തിൽ നമുക്ക് വിശാലത ഉണ്ടാകുമെന്നാണ്. ഭക്ഷണത്തിൽ നമുക്ക് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം അല്ലെങ്കിൽ പൈസ എല്ലാം അതിൽ അല്ലാഹു തആല വലിയ വിശാലത തരുമെന്നാണ്. ഇനിയോ ഇടത് പിരികമാണിങ്ങനെ പിടക്കുന്നതെങ്കിൽ മശക്കത്തുൻ, അതൊന്ന് സൂക്ഷിക്കണം. അതെന്താണ്? ചിലപ്പോൾ പ്രയാസം വരാനുള്ള ഒരു സൂചനയാണെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി കണ്ണനങ്ങുന്നു, മൊത്തത്തിൽ കണ്ണനങ്ങിയാൽ എന്താണ്? അൽ ഐനുൽ യുംന, വലത് കണ്ണ് അനങ്ങിയാൽ അതെന്താ? ഗമ്മുൻ വഹുസ്നുൻ, അത് ഒരു ദുഃഖം വരാനുണ്ട്, ഒരു പ്രയാസം വരാനുണ്ട് എന്നതിനെ അറിയിക്കുന്നതാണ്. നമ്മുടെ ഈ വലത് കണ്ണ് അനങ്ങിയാൽ. ഇനി പറയുന്നു, വലത് കണ്ണിൻ്റെ മേലെ കൺപോള, നമ്മൾ ഇതുണ്ടല്ലോ ഈ അടക്കുന്ന കൺപോള, അതാണ് മിക്കപ്പോഴും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അതെന്താണ്? ഇസ്സത്തുൻ,
കസ്റത്തുൽ മാൽ, അത് നമുക്കൊരു അഭിമാനം ഉണ്ടാകും, എന്തോ ഒരു അഭിമാനം നമുക്ക് ഉണ്ടാവാനുണ്ട്. അതുപോലെ തന്നെ കസ്റത്തുൽ മാൽ, നമുക്ക് സമ്പത്ത് എന്തോ ഇച്ചിരി അധികരിക്കാനുണ്ട് എന്നതിൻ്റെ ചില സൂചനയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ നമുക്ക് എന്താണ്, വലത് കണ്ണ് മൊത്തത്തിൽ അനങ്ങിയാൽ അത് ഗമ്മുൻ വഹുസുനുൻ, അതൊരു പ്രയാസം വരാനുണ്ട്, ഒരു ദുഃഖം വരാനുണ്ട്. വലത് കണ്ണിൻ്റെ മുകൾ ഭാഗത്തിലെ ആ ഭാഗം തുടിക്കുകയാണെങ്കിൽ, മേലെ കൺപോള തുടിക്കുകയാണെങ്കിൽ ഇസ്സത്തുൻ കസറത്തുൽ മാൽ, അതായത് നമുക്ക് ഇസ്സത്താണ്, അതുപോലെ തന്നെ സമ്പത്ത് അധികരിക്കാനും കാരണമാണ്. ഇനി വലത് കണ്ണിൻ്റെ താഴ്ഭാഗമാണ് ഇങ്ങനെ ചലിക്കുന്നതെങ്കിൽ അത് തൈബുൻ വനക്കിദുൻ ഔ അമ്രുൻ യക്റഹുഹു, അതായത് ഒരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്തോ ഇയാൾക്ക് ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്, അയാൾക്ക് എന്തോ ഒരു വിഷമം വരാനുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നതാണ്. ഇനി ഖുദൂമു ഗായിബിൻ, അതായത് ഇടത് കണ്ണിൻ്റെ മേലെ കൺപോള അനങ്ങിയാൽ ഖുദൂമു ഗായിബിൻ, ദൂരെയുള്ള അല്ലെങ്കിൽ മറഞ്ഞ, ഉദാഹരണം പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഉള്ള പ്രവാസികളായ ആരെങ്കിലുമൊക്കെ നാട്ടിലേക്ക് ഇയാളുടെ ബന്ധുക്കൾ ആരോ തിരിച്ചു വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. ഇനി ഇടത് കണ്ണ് മൊത്തത്തിൽ അനങ്ങിയാൽ സുറൂറുൻ വസലാമത്തുൻ, അത് സന്തോഷത്തെ, അത് സമാധാനത്തെ അറിയിക്കുന്നതാണ്. വലത് കണ്ണ് മൊത്തത്തിൽ അനങ്ങിയാൽ എന്താണ്, അത് ഗമ്മുൻ വഹുസുനുൻ, അതൊരു സങ്കടമാണ്. പക്ഷേ ഇടത് കണ്ണ് മൊത്തത്തിൽ അനങ്ങിയാൽ സുറൂറും വസലാമ, ഒരു സന്തോഷമാണ്, അതൊരു റാഹത്താണ്. ഇനി ഇടത് കണ്ണ് താഴെ പിടച്ചാൽ, ഇടത് കണ്ണ് മുകളിൽ പിടച്ചാൽ എന്താണ്, ഖുദൂമു ഗായിബിൻ, ഇടത് കണ്ണ് മുകളിൽ പിടച്ചാൽ ഖുദൂമു ഗായിബിൻ, അതായത് മറഞ്ഞ ഒരാൾ വരാനുണ്ട്. ഇടത് കണ്ണിൻ്റെ താഴെ ഇങ്ങനെ പിടച്ചാൽ അതെന്താണ്, ഹുദൂറുൻ ഫീ വലീമത്തിൻ, എന്തോ ഒരു പരിപാടിയിൽ ഇയാൾ പങ്കെടുക്കാൻ വേണ്ടി പോകും. ഔ ലൊഫിരിൻ ബിഹാജ, അല്ലെങ്കിൽ എന്തോ ഒരു ആവശ്യം നിറവേറ്റാനുണ്ട് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ ഔ സൊഫരിൻ ഇലാ മക്കാനിൻ ബഈദിൻ, അല്ലെങ്കിൽ വിദൂരമായ സ്ഥലത്തേക്ക് ഇയാൾ യാത്ര പോകും എന്നൊക്കെയാണ് അർത്ഥം. ഏതിൻ്റെ, ഇടത് കണ്ണിൻ്റെ താഴ്ഭാഗം പിടച്ചാൽ. അപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഈ കണ്ണും പിരുകൊന്നും ഇങ്ങനെ പിടക്കാറില്ല, തുടിക്കാറില്ല, പക്ഷേ ഒറ്റപ്പുരുകം വേദന ഉണ്ടാവാറുണ്ട്. ഒറ്റപ്പുരുകം, ചിലപ്പോൾ ഈ വലത് പുരുകം മാത്രം ഭയങ്കര വേദന, അല്ലെങ്കിൽ ഇടത് പുരുകം മാത്രം ഭയങ്കര വേദന ഉണ്ടാകും. ചിലപ്പോൾ രണ്ട് പുരുകത്തും ഭയങ്കര വേദന ഉണ്ടാകും. അതെന്തെങ്കിലും മരിക്കാനുള്ള അടയാളമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമോ? അതൊന്നുമില്ല. ചിലപ്പോൾ അത് കഫക്കെട്ടിൻ്റെ ആവാം. അതൊന്ന് ആവി പിടിച്ചാൽ ചിലപ്പോൾ മാറും. ആയുർവേദത്തിലൊക്കെ പോയാൽ ചില മരുന്നുകൾ, പച്ചില മരുന്നുകൾ വെച്ച് തരാനുണ്ട്. അവളിങ്ങനെ വെച്ചാൽ എന്താണ്, ആ കഫം അങ്ങോട്ട് ഇളകിപ്പോവും. ആ കഫക്കെട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വേദന വരാനുള്ള. ചിലപ്പോൾ ഉറക്കം നിൽക്കുമ്പോൾ വേദന ഉണ്ടാവും. അമിതമായി ഒരുപാട് നേരം ഫോൺ നോക്കിയാൽ, ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റേതാണ്. അല്ലാതെ ആ ഒറ്റപ്പുരുകം വേദന വരുന്നത് എന്തെങ്കിലും ഒരു അപകടം വരാൻ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആവി പിടിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മരിക്കാനുള്ള അടയാളമാണ് എന്നൊന്നും ഒരു കിതാബിലും ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എവിടെന്നോ എഴുതിക്കൊണ്ടുവന്ന് പറഞ്ഞതല്ല, ഇത് ഫിറാസിൻ്റെ ഇൽമ് അല്ലാഹു തആല കൊടുത്ത, ആ ഒരു കഴിവ് കൊടുത്ത ഒരുപാട് മഹത്തുക്കൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്, അവരുടെ കിതാബിൽ അവരെഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഭാവി അറിയുന്ന കാര്യമാണോ, അള്ളാഹു അല്ലേ ഭാവി അറിയുന്നത് എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. എല്ലാം അള്ളാഹുവാണ്, ഭാവിയൊക്കെ പടച്ചോനാണ് അറിയുന്നത്, അല്ലേ, പടച്ചോനാണ് എല്ലാം തീരുമാനിക്കുന്നത്. പക്ഷേ എന്താണ്, ചില കാര്യങ്ങൾ അല്ലാഹു തആല ചില ആളുകൾക്ക് അറിയിച്ചു കൊടുക്കും. അതിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതിനേക്കാൾ ഉപരിയായി വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് ചിന്തിക്കേണ്ടതില്ല. അല്ലാതെ ഭാവി തീരുമാനിക്കലൊന്നുമല്ല. നമ്മൾ ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ ഇന്നാലിൽ നിന്ന് സംഭവിക്കും എന്നും അല്ലാഹു തആല ചില ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാറുണ്ട് സ്വപ്നത്തിലൂടെ. അതുപോലെ ചില ഉസ്താദുമാർക്കും ചില ആളുകൾക്കൊക്കെ ഫിറാസായിട്ട് അല്ലാഹു തആല കൊടുക്കുന്ന കഴിവിൽപ്പെട്ടതാണ് ഈ കഴിവുകൾ. അതാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നരകം കണ്ണുകൊണ്ടുപോലും കാണേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. 3 അടയാളം നമുക്കുണ്ടെങ്കിൽ. ഒന്നാമത്തെ അടയാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഒന്നാമത്തേത് എന്താ, റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാ. ഒരു മനുഷ്യൻ
അവൻ എന്ത് ചെയ്തു? അവൻ പാതിരാത്രി എഴുന്നേറ്റു, അവൻ നമസ്കരിക്കുന്നു, ആരും കാണാതെ അവൻ ഇങ്ങനെ കരയുകയാണ്. അവൻ്റെ റബ്ബിലേക്ക് അവൻ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവൻ അള്ളാഹുവിനെ ഓർത്തിങ്ങനെ കരയുകയാണ്. ആ കണ്ണ് ഒരിക്കലും നരകത്തിൽ പോവില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. രണ്ടാമത്തേത് ഐനുൻ ബഖത്ത് മിൻ ഖശിയത്തില്ല, അള്ളാനെ ഭയന്നിട്ട് കരഞ്ഞ കണ്ണുണ്ട്. അള്ളാനെ ഓർത്തിട്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്തിട്ട്, അതിൻ്റെ കാഠിന്യമൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്ന ആളുണ്ട് അല്ലേ? ദുആ ചെയ്യുന്ന സമയത്തൊക്കെ കരഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ആ ഒരു കണ്ണുകൊണ്ട് അയാൾ നരകത്തെ കാണേണ്ട അവസ്ഥ വരൂല്ല. അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. പിന്നെയോ മറ്റൊരു കണ്ണെന്ന് പറഞ്ഞാൽ ഹറാമിനെ തൊട്ടൊഴിവായ കണ്ണാൻ, ഹറാമ് കാണാത്ത കണ്ണാൻ. ആ കണ്ണും അള്ളാഹു തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ണുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അല്ലേ, കണ്ണുകൊണ്ട് നമ്മൾ സ്വർഗം നേരിട്ട് കണ്ട് മരിക്കാനുള്ള കാര്യങ്ങളൊക്കെ, 2 ദിക്റൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. പിന്നെ ആ കണ്ണ് പിടച്ചാൽ, പിരികം പിടച്ചാൽ, വലത് കണ്ണിൻ്റെ പിരികം, അതുപോലെ തന്നെ വലത് കണ്ണിൻ്റെ മുകൾ ഭാഗം, അതൊക്കെ ഓരോന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെറുതായി ഒന്ന് നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതൊക്കെ വളരെ ഹൈറാണ്. പിന്നെ എന്തെങ്കിലും പ്രയാസമാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, അള്ളാഹുലേക്ക് നമ്മൾ ഇസ്തിഗ്ഫാർ പറയുക, നമ്മൾ ദുആ രക്കുക. അള്ളാഹുവേ, എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടും അബദ്ധങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ എന്ന് നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.